ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും സെക്കൻഡ് ഇയർ ഇഇടി ബാച്ചിലേക്ക് സ്വാഗതം. നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള മൊഡ്യൂൾ 3-ല് 3 യൂണിറ്റ്സ് ആണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സെൽസ് ആൻഡ് ബാറ്ററീസ്. ഓക്കെ, അപ്പൊ ആ ചാപ്റ്ററിലെ സെൽ എന്താണ്, ബാറ്ററി എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് വരുന്ന പോയിന്റ് ആണ് വാട്ട് ഈസ് സെൽ. എന്താ സെല്ല്? സെൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ്? ഇറ്റ്സ് എ സിംഗിൾ സോഴ്സ് ഓഫ് എനർജി. സെൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിംഗിൾ സോഴ്സ് ഓഫ് എനർജി ആണ്. ഓക്കെ, സെൽ എന്ന് പറയുന്ന ഇറ്റ്സ് എ സോഴ്സ് ഓഫ് എനർജി. അപ്പൊ ഈ സോഴ്സ് ഓഫ് എനർജി എന്താണ് അവിടെ ചെയ്യുന്നത്? ഈ സോഴ്സ് വിച്ച് യൂസസ് കെമിക്കൽ റിയാക്ഷൻസ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോഴ്സ് എന്ത് ചെയ്യാണ്? കെമിക്കൽ റിയാക്ഷൻസിനെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. രാസപ്രവർത്തനങ്ങളാണ് അവിടെ യൂസ് ചെയ്യുക. അപ്പോ വിച്ച് യൂസസ് chemical reactions to produce electric current. Okay, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് പറയാം കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ കെമിക്കൽ എനർജിയാണ് അല്ലെ. കെമിക്കൽ റിയാക്ഷൻസിൽ യൂസ് ചെയ്യുന്നത് കെമിക്കൽ എനർജിയാണ്. കെമിക്കൽ എനർജിയെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് എനർജിയാണ്. ഓക്കെ, അപ്പോ വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക് എനർജി. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഫോം എനർജിയെ മറ്റൊരു ഫോം എനർജിയാക്കി കൺവേർട്ട് ചെയ്യാണ് അല്ലെ. അപ്പൊ അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കൺസർവേഷൻ ഓഫ് എനർജി. അപ്പൊ സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് എനർജി. എനർജി കൺസർവേഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ഇവിടെ കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ട് ഇലക്ട്രിക് കറന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സെൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇലക്ട്രോ കെമിക്കൽ സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, അപ്പോ സെൽ ഈസ് ആൻ ഇലക്ട്രോ കെമിക്കൽ സിസ്റ്റം. ഓക്കെ, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോ കെമിക്കൽ സിസ്റ്റം ആണ് എന്തെന്ന് പറയാം? സെൽ. ഓക്കെ, ഇനി സെൽ എന്ന് പറയുമ്പോൾ രണ്ടാമതായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സെല്ലിന് ഒരു പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. അതിന്റെ ആ പിക്ചർ ആണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഓക്കെ, സെൽ എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും ഉള്ള ഒരു ഡിവൈസ് ആണ്. ഓക്കെ, ഈ പോസിറ്റീവ് ടെർമിനലിനെ നമ്മൾ പറയുന്ന പേരാണ് ആനോഡ്. ആൻഡ് നെഗറ്റീവ് ടെർമിനലിനെ നമ്മൾ പറയുന്നതാണ് കാഥോഡ്. അപ്പോ ഒരു സെല്ലിന് 2 ഇലക്ട്രോഡ് ഉണ്ട്. ഏതൊക്കെയാണ്? ആനോഡ് ആൻഡ് കാഥോഡ്. ഓക്കെ, ഇനി ആനോഡും കാഥോഡും മാത്രം മതിയോ? ഇല്ല, അവിടെ എന്തും കൂടെ വേണം? ഇലക്ട്രോലൈറ്റ് വേണം. ഈ ആനോഡും കാഥോഡും മുക്കി വെക്കാനായിട്ട് അല്ലെ, ഡിപ്പ് ചെയ്യാനായിട്ട് അവിടെ എന്ത് വേണം? ഇലക്ട്രോലൈറ്റ് വേണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ട്? ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ആസിഡ് ആവാം, ആൽക്കലി ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സോൾട്ട് സൊല്യൂഷൻസ് ആവാം. ഓക്കെ, അപ്പൊ ആസിഡ് ആവാം, ആൽക്കലി ആവാം, അല്ലെങ്കിൽ എന്ത് വരാം? സോൾട്ട് സൊല്യൂഷൻസ് ആണ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത്? ഇലക്ട്രോലൈറ്റ്.
ഇലക്ട്രോഡോ, ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റൽസ് ആണ് അല്ലെ. ഇതിപ്പോ ഈ ഇലക്ട്രോഡ് ആനോഡ് ആണെങ്കിൽ ഈ ഇലക്ട്രോഡ് എന്തായിരിക്കും? കാഥോഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആനോഡും കാഥോഡും ഉണ്ട്. ഈ ആനോഡും കാഥോഡും മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റൽസ് കൊണ്ടാണ്. ഓക്കെ, അപ്പോ സെല്ലിനെ കുറിച്ച് നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടി. സെൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോഴ്സ് ഓഫ് എനർജി വിച്ച് യൂസസ് കെമിക്കൽ റിയാക്ഷൻസ് ടു കൺവേർട്ട് ഇലക്ട്രിക് കറന്റ്. കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ കെമിക്കൽ എനർജിയാണ് അവിടെ ഉണ്ടാവുക. ഇലക്ട്രിക് കറന്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജിയാണ്. അപ്പൊ കെമിക്കൽ എനർജിയെ എന്ത് എനർജിയാക്കി കൺവേർട്ട് ചെയ്തു? ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്തു. സോ നമുക്ക് അവിടെ എന്തെന്ന് പറയാം? ദി സെൽ ഈസ് ബേസ്ഡ് ഓൺ ദി കൺസർവേഷൻ ഓഫ് എനർജി. എനർജി കൺസർവേഷൻ നടക്കുന്നുണ്ട്. ഇനി അറിയേണ്ടത് സെല്ലില് എന്തൊക്കെയുണ്ട്? 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഒരു ഇലക്ട്രോഡിനെ ആനോഡ് എന്നും രണ്ടാമത്തെ ഇലക്ട്രോഡിനെ കാഥോഡ് എന്നുമാണ് പറയുക. ഈ ആനോഡും കാഥോഡും സാധാരണ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റൽസ് കൊണ്ടാണ് ഉണ്ടാക്കുക. ഇനി ഈ ആനോഡും കാഥോഡും ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇലക്ട്രോലൈറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി അല്ലെങ്കിൽ എന്ത് വരാം? സോൾട്ട് സൊല്യൂഷൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ജനറലി പറഞ്ഞാൽ സെൽ ഈസ് ആൻ ഇലക്ട്രോ കെമിക്കൽ സിസ്റ്റം. ഓക്കെ, ഇനി നമുക്ക് ബാറ്ററി എന്താണെന്ന് നോക്കാം. ഓക്കെ, ബാറ്ററി എന്ന് പറയുന്നത് ഒന്നിലധികം സെൽസ് കൂടിച്ചേർന്നാണ് ബാറ്ററി ഉണ്ടാവുക. ഓക്കെ, 2 or more cells combine together to form battery. ഓക്കെ, അത് സീരീസ് ആയിട്ടും ആവാം അല്ലെങ്കിൽ പാരലൽ ആയിട്ടും ആവാം. ഓക്കെ, അപ്പൊ സെൽസ് കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടും ആവാം അല്ലെങ്കിൽ സെൽസ് കണക്ട് ചെയ്യുന്നത് പാരലൽ ആയിട്ടും ആവാം. ഓക്കെ, അപ്പോ ഒരു സെൽ നമ്മൾ വരച്ചു. ഈ സെല്ലിന്റെ ഒപ്പം വേറൊരു സെല്ലും കൂടെ ചേർത്തു. ഇങ്ങനെ സെൽസ് തമ്മിൽ കണക്ട് ചെയ്ത് സീരീസ് ആയിട്ട് പോകുന്ന രീതിയിൽ നമുക്ക് ബാറ്ററി ഫോം ചെയ്യാം. ഓക്കെ, അപ്പോ ഒന്നിലധികം സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ഫോം ചെയ്യാം? ബാറ്ററി ഫോം ചെയ്യാം. ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഇവിടുത്തെ വോൾട്ടേജ് V അല്ലെ, എല്ലാത്തിന്റെയും വോൾട്ടേജ് V ആണെങ്കിൽ വാട്ട് അബൌട്ട് ദ ടോട്ടൽ വോൾട്ടേജ് ഓഫ് ദ സർക്യൂട്ട്? ഇറ്റ് ബിക്കംസ് ഈക്വൽ ടു 4V. ഓക്കെ, സെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ വോൾട്ടേജും എന്ത് ചെയ്തോളും? കൂടി വരും. ഓക്കെ, അപ്പൊ നമ്മള് സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽസ് യൂസ് ചെയ്യുന്നത് എവിടെയാണോ വോൾട്ടേജ് കൂടുതൽ വേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യും? സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു സെല്ലിന്റെ വോൾട്ടേജ് 2 വോൾട്ട് ആണെങ്കിൽ നമുക്കൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ 10 വോൾട്ട് ഈ സർക്യൂട്ടിന് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 വോൾട്ട് ഉള്ള സെൽസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ സീരീസ് ആയിട്ട് നമുക്ക് എത്ര സെല്ലിനെ കണക്ട് ചെയ്ത് കൊടുക്കാം? ഒരു 5 സെല്ല് സീരീസ് ആയിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് വരാം? 10 വോൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? വോൾട്ടേജ് കൂടുതൽ എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽസ് യൂസ് ചെയ്ത് ആവശ്യത്തിന് വേണ്ട വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത് ഉള്ളത് പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പൊ പാരലൽ കോമ്പിനേഷൻ ഓഫ് സെൽസ് എന്ന് പറയുമ്പോൾ ഒരു സെല്ല് രണ്ടാമത്തെ സെല്ല് അല്ലെ, ഇങ്ങനെ സെൽസിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാണ്? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാണ്. ഇങ്ങനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വോൾട്ടേജ് V ആണ്, ഇതിന്റെ വോൾട്ടേജ് V, ഇതിന്റെ വോൾട്ടേജ് V ആണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് സർക്യൂട്ടിൽ കിട്ടുന്നത് V തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ പാരലൽ കോമ്പിനേഷനിലെ വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം? പാരലൽ കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിച്ചോ, ഈ സെല്ലിൽ നിന്ന് വരുന്ന കറണ്ട് I ആണെങ്കിൽ ഈ സെല്ലിൽ നിന്ന് വരുന്ന കറണ്ട് നമുക്ക് I ആയിട്ട് എടുക്കാം. ഇവിടെ നിന്ന് വരുന്ന കറണ്ടും എത്ര തന്നെയായിരിക്കും? I. ഇപ്പൊ നമ്മൾ ഇതൊരു സർക്യൂട്ടിൽ ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെ, ഇവിടെ കിട്ടുന്ന കറണ്ട് എത്രയായിരിക്കും?
ഈ കറണ്ടും ഈ കറണ്ടും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 3i ആയിട്ടാണ് കിട്ടുക. അപ്പൊ നോക്കിയേ, ഈ സർക്യൂട്ടിലെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിലും ഇവിടുത്തെ കറണ്ട് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പൊ കൂടുതൽ കറണ്ട് വേണ്ട സർക്യൂട്ടിൽ ഓക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പാരലൽ കോമ്പിനേഷൻ ഓഫ് സെൽസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ പാരലൽ കോമ്പിനേഷൻ ഓഫ് സെൽസ് യൂസ് ചെയ്യുന്നത് കൂടുതൽ കറണ്ട് വേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ പാരലൽ കോമ്പിനേഷൻ ഓഫ് സെൽസ് യൂസ് ചെയ്ത് ബാറ്ററി ഫോം ചെയ്യും. ഇനി കൂടുതൽ വോൾട്ടേജ് വേണ്ട സ്ഥലങ്ങളിൽ സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽസ് യൂസ് ചെയ്ത് വോൾട്ടേജ് കൂട്ടും. ഓക്കെ, ഇനി നമുക്ക് സെൽസ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, മെയിൻലി 4 ടൈപ്സ് ഓഫ് സെൽസ് ആണുള്ളത്. 4 ടൈപ്സ് ഓഫ് സെൽസ് ആണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈമറി സെൽ, സെക്കൻഡ് വൺ സെക്കൻഡറി സെൽ, third one reserve cells, and fourth one fuel cell. Okay, ഫ്യൂവൽ സെൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറേറ്റേഴ്സില് അതുപോലെ തന്നെ വെഹിക്കിൾസില് ഒക്കെയാണ് ഫ്യൂവൽ സെൽസ് യൂസ് ചെയ്യാം. റിസർവ് സെൽസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് മിലിറ്ററി ആപ്ലിക്കേഷൻസിനാണ്. ഓക്കെ, ഈ 2 സെൽസും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് പ്രൈമറി സെല്ലും സെക്കൻഡറി സെൽസും ആണ്. അപ്പോ അവയുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഇനി നമുക്ക് പ്രൈമറി സെല്ലിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൈമറി സെല്ലിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ റീചാർജബിൾ. ഓക്കെ, എന്ന് പറഞ്ഞാൽ വൺസ് ചാർജ് തീർന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചാർജ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ളവയാണ് പ്രൈമറി സെൽ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. എന്ന് പറഞ്ഞാൽ പ്രൈമറി സെല്ലിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം ഇറിവേഴ്സിബിൾ ആണ്. ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിലേക്ക് റിയാക്ഷൻസ് വരില്ല. വൺസ് കെമിക്കൽ എനർജി മുഴുവനും ഇലക്ട്രിക്കൽ എനർജി ആയി മാറി അത് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്ത് കെമിക്കൽ എനർജി ഫോം ചെയ്യാനായിട്ട് പറ്റില്ല. എന്ന് പറഞ്ഞാൽ മീനിങ് ഇത്രയേ ഉള്ളൂ, റീചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോ വീണ്ടും ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. 2 കോൺസെപ്റ്റും ഏകദേശം സെയിം തന്നെയാണ്. അപ്പൊ ഇതെന്താണ്? ഇറിവേഴ്സിബിൾ ആണ്. ഏത്? പ്രൈമറി സെൽ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കറണ്ട് റേറ്റിംഗ് ഇവിടെ വളരെ കുറവാണ്. ഓക്കെ, കറണ്ട് റേറ്റിംഗ് എങ്ങനെയാണ്? കറണ്ട് റേറ്റിംഗ് ലോ ആണ്. ഓക്കെ, നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് വളരെ ചെറിയതാണ്, സൈസ് വളരെ ചെറുതാണ്, സ്മോൾ സൈസ് ആണ്. അപ്പൊ ഫോർത്ത് പോയിന്റ് എങ്ങനെയാണ്? സ്മോൾ സൈസ്. ഫിഫ്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ മാസ് വളരെ കുറവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. മാസ് വളരെ കുറവുള്ളതാണ് എന്തെന്ന് പറയാം? നമ്മുടെ പ്രൈമറി സെൽ. അപ്പോ ലെസ് മാസീവ് ആണ്. മാസ് വളരെ കുറവാണ്. അപ്പോ ഈ പോയിന്റ്സ് എല്ലാമാണ് നമ്മുടെ പ്രൈമറി സെല്ലിനുള്ളത്. ഇനി ഈ പ്രൈമറി സെൽ നമ്മൾ സാധാരണയായിട്ട് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ വാച്ച് അല്ലെ, ബാറ്ററി ഇട്ടുള്ള വാച്ച് ഉണ്ട്. അപ്പൊ വാച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈമറി സെൽ ഉണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന റിമോട്ടില് അല്ലെ, നമ്മുടെ ടിവിയുടെ ഒക്കെ റിമോട്ടില് പ്രൈമറി സെൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടോയ്സില് യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറയുന്നത് പ്രൈമറി സെല്ലാണ്.
പിന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും അല്ലെ ടോർച്ചിൽ യൂസ് ചെയ്യാം. അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? പ്രൈമറി സെൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സാധാരണയായി യൂസ് ചെയ്യുന്ന പ്രൈമറി സെൽസ് ഏതൊക്കെയാണ്? ഓക്കെ, ഡ്രൈ സെൽ, സെക്കൻഡ് വൺ കാർബൺ സെൽ, ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് ആൽക്കലി സെൽ, ദെൻ ഫോർത്ത് വൺ സിൽവർ ഓക്സൈഡ് സെൽ. ഇതെല്ലാം സാധാരണയായി യൂസ് ചെയ്യുന്ന പ്രൈമറി സെൽസ് ആണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരുന്നു? ഡ്രൈ സെൽ, ആൽക്കലി സെൽ, പിന്നെ കാർബൺ സെൽ, അതുപോലെ തന്നെ സിൽവർ ഓക്സൈഡ് സെൽസ്. ഇതെല്ലാം സാധാരണയായി യൂസ് ചെയ്യുന്ന പ്രൈമറി സെൽസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡറി സെൽസിന്റെ പ്രോപ്പർട്ടീസിലേക്ക് പോവാം. സെക്കൻഡറി സെൽസിന്റെ പ്രോപ്പർട്ടീസ് വരുമ്പോ ഈ പ്രൈമറി സെല്ലിന്റെ പ്രോപ്പർട്ടിയുടെ നേരെ ഓപ്പോസിറ്റ്, പഠിക്കാൻ എളുപ്പമാണ്. അപ്പോ പ്രൈമറി സെൽസ് നോൺ റീചാർജബിൾ ആണെങ്കിൽ ഇതെന്തായിരിക്കും? റീചാർജബിൾ ആണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമുക്കൊന്ന് പറയാം, റീചാർജബിൾ. ഓക്കെ, അപ്പോ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് സെക്കൻഡറി സെൽ. സെക്കൻഡ് പോയിന്റോ, ഇത് ഇറിവേഴ്സിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി സെൽ എങ്ങനെയായിരിക്കും? റിവേഴ്സിബിൾ ആണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ. ഓക്കെ, നമുക്ക് ഫോർവേഡ് റിയാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുവരും? ബാക്ക്വേർഡ് റിയാക്ഷന് പറ്റും. എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജി ഫുള്ള് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കെമിക്കൽ എനർജി ഫോം ചെയ്യാം. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് കറന്റ് റേറ്റിംഗ് ലോ ആണ്. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും? കറന്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഹൈ. ഓക്കെ, തേർഡ് പോയിന്റ് കറന്റ് റേറ്റിംഗ് ഹൈ. ഓക്കെ, ഫോർത്ത് പോയിന്റ് സ്മോൾ സൈസ് ആണ്. അപ്പൊ ഇവിടെ എന്ത് വരാം? ലാർജ് ഇൻ സൈസ്. ഫിഫ്ത് പോയിന്റ് ഇറ്റ് ഈസ് ലെസ് മാസീവ് ആണ്. അവിടെ എന്തായിരിക്കാം? മാസീവ്. ഓക്കെ, കമ്പയർഡ് ടു പ്രൈമറി സെൽ ഇതെന്തായിരിക്കും? മാസീവ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ സെക്കൻഡറി സെൽ എവിടെയാണ് യൂസ് ചെയ്യുക? സെക്കൻഡറി സെൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എവിടെയൊക്കെ യൂസ് ചെയ്യാം? സാധാരണയായി നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ബാറ്ററി, മൊബൈലിന്റെ ബാറ്ററി എങ്ങനെയായിരിക്കും? സെക്കൻഡറി സെല്ലാണ്. അത് റീചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ലാപ്ടോപ്പില് എങ്ങനെയാണ്? റീചാർജ് ചെയ്ത ലാപ്ടോപ്പ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ലാപ്ടോപ്പ് എന്ന് പറയാം. തേർഡ് വൺ എന്ന് പറയുന്നത് ഇൻവെർട്ടർ. ഇൻവെർട്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെ, റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ബാറ്ററിയാണ് ഇൻവെർട്ടർ. നമുക്ക് അറിയാവുന്നതാണ്, നമ്മുടെ വീടുകളിൽ ഉള്ളതാണ്. പിന്നെ ഓട്ടോമൊബൈലിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി എങ്ങനെയാണ്? അതും റീചാർജബിൾ ആണ്. അപ്പൊ അങ്ങനെ പല പല യൂസുകളും അല്ലെ, സെക്കൻഡറി സെൽസിന് ഒത്തിരി യൂസ് ഉള്ളതാണ്. അപ്പൊ നമുക്ക് പഠിച്ചു വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് സെക്കൻഡറി സെൽസിന്റെ യൂസ് എന്നുള്ളത് നമുക്ക് കാണാം. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സെക്കൻഡറി സെൽസ് ഏതൊക്കെയാണ്? ലിഥിയം അയൺ സെൽ, ലിഥിയം പോളിമർ സെൽ, ലെഡ് ആസിഡ് സെൽ, നിക്കൽ കാഡ്മിയം സെൽ. ഏതൊക്കെയാണ്? ഒന്നുകൂടെ നോക്കിയേ. ലെഡ് ആസിഡ് സെൽ, നിക്കൽ കാഡ്മിയം സെൽ, ലിഥിയം അയൺ സെൽ, ലിഥിയം പോളിമർ സെൽ. ഇതെല്ലാം സെക്കൻഡറി സെൽസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇന്ന് നമ്മള് സെൽസ് ആൻഡ് ബാറ്ററി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പഠിച്ചത്. സെൽ എന്താണ്? ബാറ്ററി എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽ ഏതാണ്? പ്രൈമറി സെൽ, സെക്കൻഡറി സെൽ, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സെൽസ് ആൻഡ് ബാറ്ററീസിന്റെ കൂടുതൽ ഇൻഫോർമേഷൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.